പലശന കൊല്ലങ്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ണനൂർ കടവ് പാലം നിർമ്മാണം 4 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാത്തതോടെ ദുരിതത്തിലായി പ്രദേശവാസികൾ. കണ്ണനൂർ കടവ് താൽക്കാലിക പാത വെള്ളത്തിനടിയിലായതോടെ ഇതുവഴി കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന ഉറപ്പിന്മേൽ 2021 ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ചതാണ് പലശന കണ്ണനൂർ കടവ് പാലം. ബലക്ഷയമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പഴയ പാലം പൊളിച്ചത്. എന്നാൽ ബദൽ യാത്രാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ പാലം പൊളിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഗായത്രിപ്പുഴയിലൂടെ ബണ്ട് കെട്ടി താൽക്കാലിക പാത ഒരുക്കിയിരുന്നു. ഓരോ മഴയിലും ഈ പാത വെള്ളത്തിനടിയിലാകുമ്പോൾ ഇരു പഞ്ചായത്തുകളിലെയും യാത്രക്കാർ 15 കിലോമീറ്ററോളം അധികം യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട സ്ഥിതിയാണ്. ജൂണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും കാലവർഷം ശക്തമാവുകയും ചെയ്യുന്നതോടെ ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരിതമാവും. നടപ്പാതയുൾപ്പെടെ 11 മീറ്റർ വീതിയും 70 മീറ്ററോളം നീളവും പുതിയ പാലത്തിനുണ്ട്. പൊള്ളാച്ചി പഴയന്നൂർ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയായതിനാൽ യാത്രാക്ലേശം ഒഴിവാക്കാൻ പാലം ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. ഇപ്പോൾ പാലം നിർമ്മാണത്തിലെ ജനപ്രതിനിധികളുടെ അനാസ്ഥ കരാറുകാരന്റെ മേൽ കെട്ടിവെച്ച് തടിതപ്പുകയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. 18 മാസം കൊണ്ട് ഈ പാലം പൂർത്തീകരിക്കാമെന്നാണ് അന്ന് ഈ നെമ്മാറ MLA വാക്ക് തന്നത്. അതുപോലെ PWD ബ്രിഡ്ജസ് വിഭാഗവും കൂടി പറഞ്ഞത്. എന്നാൽ നാളിതുവരെ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ മുഴുവൻ വീഴ്ചകളും MLAയുടെയും അതുപോലെ തന്നെ ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരുടെയുമാണ്. കാരണം അവർ കൃത്യമായി കരാറുകാരനെ പണിയിപ്പിക്കാൻ കഴിയാതെ അവർക്ക് കരാറുകാരന് ഫണ്ട് നൽകാതെ എന്നാണ് ഞങ്ങൾ പല വിധത്തിൽ അന്വേഷിച്ചപ്പോഴും മനസ്സിലായത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഏറ്റവും പ്രധാനം എന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്ന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ MLA വഴിക്ക് വന്നത്. ഈ സമരം നടന്നത് അറിഞ്ഞതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഈ ദിവസവും പല്ലാവൂർ അല്ലെങ്കിൽ പല്ലശനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന MLA ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇന്ന് മാത്രം ഈ വെള്ളം കയറിയ സമയത്ത് മാത്രം ഇങ്ങോട്ട് വരുന്നത് ശരിയായിട്ടുണ്ട്. ഇതിനു മുമ്പും MLAക്ക് ഉൾപ്പെടെ മറ്റുള്ള ആളുകൾക്ക് വന്ന് നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.